യെസ്, രഞ്ജിത്തിന് പുറമെ BJP പത്തനംതിട്ട മണ്ഡലം പ്രസിഡന്റ് വിപിൻ വാസുദേവും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. രഞ്ജിത്ത് ഹിന്ദുവല്ല. രഞ്ജിത്ത് പരാതി കൊടുക്കാനുള്ള ചേതോവികാരം എന്താണ്? എനിക്ക് ആദ്യം തന്നെ ഈ വിഷയത്തിൽ അറിയേണ്ടത് കേരളത്തിൽ രണ്ട് നീതി ഉണ്ടോ എന്നാണ്. അതായത് ഒരു 4 വർഷം മുമ്പ് ഞാൻ ഒരു ഓൺലൈൻ ന്യൂസ് ചാനൽ നടത്തിയിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നമോ TV. അപ്പോ നമ്മുടെ ചാനലില് നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്നുള്ള തരത്തിൽ പാലാ ബിഷപ്പ് ഒരു പ്രസ്താവന നടത്തി. അതിനെതിരെ ആ വിഭാഗത്തിലുള്ളവര് ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തി. അപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നമ്മളൊരു വാർത്ത, ആ വാർത്ത ചെയ്ത് കേരളം മൊത്തം ഈ വിഷയം കയറി കത്തി. ഈ അന്ന് കേസ് കൊടുക്കാൻ മുൻകൈ എടുത്തത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. ഇദ്ദേഹം കേസ് കൊടുത്തു. അടുത്ത ദിവസം തന്നെ പോലീസ് നമ്മുടെ ഓഫീസിലേക്ക് ഇരച്ചെത്തുകയാണ്. ഗ്ലാസ് കട്ടർ കൊണ്ട് നമ്മുടെ ഓഫീസിന്റെ ഡോർ അറുത്തു മാറ്റുന്നു. അതുകൂടാതെ നമ്മുടെ സകല എക്യുപ്മെന്റ്സും റെയ്ഡ് ചെയ്തുകൊണ്ട് പോകണം. അതായത് ഒരു പരാതി കൊടുത്ത് 24 മണിക്കൂറിനുള്ളിൽ എനിക്കെതിരെ നടപടി സ്വീകരിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ സിന്ധു സൂര്യകുമാർ നടത്തിയ ഒരു പരാമർശം, ഭാരതത്തിൽ ഏതാണ്ട് 80% ആളുകളും ഹൈന്ദവരാണ്. അപ്പോൾ ഇത്രയുമുള്ള ഒരു ഹൈന്ദവരുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ സിന്ധു സൂര്യകുമാർ ഒരു പരാമർശം നടത്തി. ഞാൻ ഇന്ന് കേസ് കൊടുത്തു. 24 മണിക്കൂർ കൊണ്ടൊന്നും പോലീസ് നടപടി എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. 24 ദിവസം കൊണ്ടെങ്കിലും ആ സ്ത്രീക്കെതിരെ നടപടിയെടുക്കാൻ നമ്മുടെ പോലീസിന് കഴിയും. ഞാൻ നോക്കുവാണ്, ഈ നാട്ടിൽ രണ്ട് നീതിയാണോ നോക്കുവാണ്. എന്തായാലും പിന്നെ ഇപ്പം അത് മാത്രമല്ല, ഏഷ്യാനെറ്റിന്റെ ഓഫീസിൽ ഇതുപോലെ റെയ്ഡ് ചെയ്തിട്ട് അവരുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട്, ഇത് പാവപ്പെട്ടവനെതിരെ മാത്രമേ നടക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നടക്കും, അല്ലെങ്കിൽ നടക്കത്തില്ല. എന്തായാലും രണ്ട് നീതി ഈ കേരളത്തിലുണ്ട്. അതെനിക്ക് സ്ഥാപിച്ചെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പോലീസ് സിന്ധു സൂര്യകുമാറിനെതിരെ നടപടിയെടുക്കട്ടെ. അത് മാത്രമല്ല, സിന്ധു സൂര്യകുമാർ പറഞ്ഞ ഒരു വാചകം, അതായത് 100% സാക്ഷരതയുള്ള കേരളത്തിൽ നിന്നാണ് ഇത്രയധികം ആളുകൾ കുംഭമേളയ്ക്ക് പോയത്. അതായത് ഇത്ര ആളുകൾ പൊട്ടന്മാരാണെന്നാണ് സിന്ധു സൂര്യകുമാർ പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുവാണ്, ഇതൊക്കെ മണ്ടത്തരം വായിക്കോട്ടെ. എടാ, LDF സർക്കാരിനെ രണ്ടാമതും അധികാരത്തിൽ ഏറ്റിയതിലും വലിയൊരു മണ്ടത്തരം വേറെ സംഭവിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് സിന്ധു സൂര്യകുമാർ അങ്ങനെ ഒന്നും വിലയിരുത്തേണ്ട കാര്യമില്ല. മാത്രമല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നു അനിൽജി തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഹജ്ജിന് പോകും, അവിടെ ചെന്ന് എന്താണ് ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നാളെ 153A വകുപ്പ് പ്രകാരം എനിക്കെതിരെ കേസാവും, അദ്ദേഹത്തിനെതിരെ കേസാക്കും. ഇതിലൊക്കെ വീട്ടിൽ വായം കൂടിയിരിക്കുന്നുണ്ട്. അവിടെ പറയാൻ പേടിയാണ്. സത്യത്തിൽ ഈ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഒരു പലം കൂടെ കൈ കരുതണമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം എന്റെ വായിട്ട് അടച്ചു വെക്കാൻ. കാരണം അതാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. മുസ്ലിം മതത്തിലുള്ളവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം കേരളം കത്തുകയാണ്. ഇപ്പോൾ സിന്ധു സൂര്യകുമാർ ഈ പരാമർശം നടത്തിയിട്ട് ഇന്നേക്ക് 2 ദിവസമാകും. ഫേസ്ബുക്കിലൊക്കെ ചില പ്രതികരണങ്ങൾ ഒഴിച്ചാൽ ഏഷ്യാനെറ്റ് ഓഫീസിലേക്ക് ആരെങ്കിലും മാർച്ച്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രതിഷേധങ്ങൾ ഈ കേരളത്തിൽ നടത്തും, ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ലക്ഷോപലക്ഷം വരുന്നില്ല. രഞ്ജിത്തെ പ്രസ്താവന പോലും ഇല്ല. പ്രതിഷേധമൊക്കെ പിന്നെയല്ലേ, ഒരു പ്രസ്താവന പോലും ആരിറക്കിയില്ലല്ലോ. ആരിറക്കി? അതെ, അത് മാത്രമല്ല, ഇവിടെ സാക്ഷരതയുടെ കാര്യം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ഇത്രയധികം 100% സാക്ഷരതയുള്ള ഈ കേരളത്തിലാണ് ഇത്രയധികം ലഹരിക്ക് അടിമയായിട്ട് കൂട്ടുകാരനെ തല്ലിക്കൊല്ലുകയാണ്. ഒരു മകൻ അമ്മയും അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവരെ മൊത്തം തല്ലിക്കൊല്ലുകയാണ്. ഇതിനൊന്നും എന്താ ഈ സിന്ധു സൂര്യകുമാറിന് വേദന? അവർക്ക് വേദനയുള്ളത് മഹാകുംഭമേളയിൽ ഇത്രയും ആളുകൾ സംബന്ധിച്ചതിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, 144 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ഒരു മഹാസംഭവമാണ്. നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നത്. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? ഈ രാജ്യത്തിന്റെ ഒരു ചൈതന്യം, ഒരു ആത്മീയത, അതിനെ എന്തുകൊണ്ട് ഇവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല? സത്യമായി ചിന്തിക്കുകയാണ്, ഇവരുടെയൊക്കെ മനസ്സെന്താണ് ഇങ്ങനെ പോകുന്നത് നമ്മൾ അറിയാതെ ചോദിച്ചു പോവുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തില് ഏതറ്റം വരെയും പോകണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഈ നിമിഷം ഇരിക്കുന്നത്. അത് സിന്ധു സൂര്യകുമാർ ഇപ്പം പോലീസ് കേസെടുത്തില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കും. അല്ല, FIR രജിസ്റ്റർ ചെയ്തോ? സാധാരണ ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇന്ന് ചെന്നപ്പോ പോലീസ് സൂപ്രണ്ട് അവിടെ ഇല്ലായിരുന്നു. റെസിപ്റ്റ് എഴുതാം. അടുത്ത ദിവസം FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ്. FIR രജിസ്റ്റർ ചെയ്യുന്ന കരുതുന്നുണ്ടോ രഞ്ജിത്തെ? എന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം അങ്ങനെ വിശ്വസിച്ചാലല്ല നമുക്കിവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. FIR ഇടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ PC ജോർജിനെതിരെയൊക്കെ കാണിച്ച ഒരു ആവേശം ഈ വിഷയത്തിലും ഉണ്ടാകണമല്ലോ. സാധാരണ മലയാളി എന്നുള്ള നിലയിൽ, ഇന്ത്യൻ ഭരണഘടനയെ വിശ്വസിക്കുന്ന ആളെന്നുള്ള നിലയിൽ
പോലീസിനെ അവസാന നിമിഷം കൂടെ വിശ്വസിക്കുകയാണ്, FIR ഇടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. യെസ് അതാണ് ഈ വിഷയത്തിൽ. യെസ്, ആരെങ്കിലുമൊക്കെ ഗൗരവത്തോടെ ഈ വിഷയം എടുക്കണം, അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങൾ വീണ്ടും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല.